സുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 7-ാം അധ്യായം ജ്ഞാനവിജ്ഞാന യോഗം. ഇവിടെ 6-ാം അധ്യായം വരെ ഭഗവാൻ ജീവാത്മാവിനെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ നമുക്ക് അർജുനനിലൂടെ മനസ്സിലാക്കി തന്നു. 7-ാം അധ്യായത്തിൽ തത്പദ വിവരണം, അതായത് പരമാത്മാവിനെക്കുറിച്ചുള്ള അറിവാണ് നമുക്ക് ഉപദേശങ്ങളിലൂടെ ഭഗവാൻ തരുന്നത്. ആദ്യമായി മനസ്സിനെ ധ്യാനയോഗത്തിലൂടെ ആത്മാവിൽ ഉറപ്പിച്ച യോഗി എങ്ങനെ ആത്മാനുഭൂതി നേടും എന്നുള്ള വിവരണമാണ് ഇവിടെ തുടങ്ങുന്നത്. പരമാത്മസ്വരൂപിയായ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിക്കുന്നു. അർജുന, ധ്യാനം ചെയ്യുന്ന യോഗി പരിപൂർണമായും എന്നെ ആശ്രയിച്ച് എന്നിലെത്തിച്ചേരണമെന്ന തീവ്ര ആഗ്രഹത്തോടുകൂടി മനസ്സിനെ പൂർണ്ണമായും എന്നിൽ സമർപ്പിക്കണം. മയ്യാസക്തമന പാർത്ഥ യോഗം യുഞ്ജൻ മദാശ്രയഃ യജ്ഞാത്വാനേക ഭൂയോന്യത് ജ്ഞാതവ്യം അവശിഷ്യതേ. അർജുന, എത്രയോ കോടി മനുഷ്യരിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ആത്മജ്ഞാനം ആഗ്രഹിക്കുന്നത്. അതിലും വളരെ ചുരുക്കം പേരാണ് ആത്മാവിനെ അറിഞ്ഞ് ആത്മാനുഭൂതിയിൽ എത്തുന്നത്. ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായി മറ്റൊന്നും തന്നെ ഇല്ല. തുടർന്ന് ഭഗവാൻ തൻ്റെ 2 വിധ പ്രകൃതികളെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നു. പ്രപഞ്ചത്തെ പ്രകൃതി പുരുഷ സംയോഗമായാണ് കാണുന്നത്. ഇതിനെയാണ് സാങ്ഖ്യദർശനം എന്ന് പറയുന്നത്. ചൈതന്യസ്വരൂപിയായ പുരുഷൻ ജഡവസ്തുക്കളിൽ, അതായത് പ്രകൃതിയിൽ പ്രവേശിക്കുമ്പോൾ അവ സചേതനങ്ങളായി തീരുന്നു. ആദ്യമായി ഭഗവാൻ അപരാപ്രകൃതിയെക്കുറിച്ച് പറയും. പഞ്ചഭൂതങ്ങളായ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം ഇവയും മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇവയും ചേർന്ന 8 ഘടകങ്ങളാണ് അപരാപ്രകൃതിയിൽ ഉള്ളത്. ഈ 8 ഘടകങ്ങൾ തന്നെയാണ് പ്രകൃതിയിലും ഓരോ ജീവാത്മാവിലും ഉള്ളത് എന്ന് ഭഗവാൻ പറയും. ഭൂമിരാപോ നലോ വായു ഗം മനോ ബുദ്ധിരേവ ച അഹങ്കാര ഇതി മേ ഭിന്നാ പ്രകൃതിരഷ്ണദാ അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യതേ ജഗത്. അപരാപ്രകൃതിയിൽ നിന്ന് അന്യമായി ജീവസ്വരൂപമായ എൻ്റെ പരാപ്രകൃതിയാണ് ജഗത്തിൻ്റെ ആധാരം. അപരാപ്രകൃതിയിലെ ജഡവസ്തുക്കളെ ജീവൻ കൊടുത്ത് പ്രവർത്തിപ്പിക്കുന്നത് ജീവസ്വരൂപമായ എൻ്റെ പരാപ്രകൃതിയാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഞാനാണ് ഈ ജഗത്തിൻ്റെ ഉദ്ഭവത്തിനും നാശത്തിനും കാരണം. തുടർന്ന് പ്രപഞ്ചം എങ്ങനെ പരമാത്മാവിൽ നിലനിൽക്കുന്നു എന്ന കാര്യം പറയുന്നു. മത്ത പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണായിവ. ഭഗവാൻ പറയുന്നു, ഹേ അർജുന, മാലയിലെ ചരടിൽ മുത്തുമണികൾ എന്ന പോലെ പരമാത്മാവായ എന്നിൽ സർവചരാചരങ്ങളും കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു. ജീവാത്മാക്കളെ കോർത്തിണക്കി യോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നത് പരമാത്മാവായ ഞാനാണ്. അർജുന, ഓരോ വസ്തുവിലും അതിനെ ശ്രേഷ്ഠമാക്കുന്ന ഒരു ഗുണമുണ്ട്. അതിനെ ആ വസ്തുവിൻ്റെ ധർമ്മം എന്ന് പറയും. ഉദാഹരണമായി വെള്ളത്തിൽ രസമായും സൂര്യചന്ദ്രന്മാരിൽ പ്രകാശമായും വേദങ്ങളിൽ ഓങ്കാരമായും ആകാശത്തിൽ ശബ്ദമായും അഗ്നിയിൽ തേജസ്സായും ഭൂമിയുടെ മണമായും പ്രാണികളിൽ പ്രാണനായും നിലനിൽക്കുന്നത് പരമാത്മ ചൈതന്യം തന്നെയാണ്.
രസോഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശിസൂര്യയോ പ്രണവഃ സർവവേദേഷു ശബ്ദക്കേ പൗരുഷം നൃഷു പുണ്യോ ഗന്ധപ്രദിവ്യാ ച തേജശ്ചാസ്മി വിഭാവസൗ ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്വിഷു ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം. ഹേ അർജുന, ഈ ജഗത്തിൻ്റെ സനാതനമായ ബീജം ഞാൻ തന്നെയാണ്. മാത്രമല്ല ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും തേജസ്വികളുടെ തേജസ്സും ബലവാന്മാരുടെ കാമരാഗമില്ലാത്ത ബലവും എല്ലാം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ അർജുനന് തൻ്റെ ദൈവീകത്വത്തെ പതുക്കെ മനസ്സിലാക്കി കൊടുക്കുന്നു. അർജുനൻ്റെ അജ്ഞതയെ മാറ്റി ഭഗവാൻ തൻ്റെ സർവവ്യാപിത്വവും സർവശക്തിയെയും അർജുനന് മനസ്സിലാക്കി കൊടുക്കുന്നു. തുടർന്നും ഭഗവാന്റെ ഉപദേശങ്ങൾ കേൾക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.